ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലിൽ എങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കാം, അതേപോലെ തന്നെ എങ്ങനെ ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കാം എന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആദ്യം തന്നെ നമുക്കൊരു ബോട്ടിലെടുക്കണം. എന്നിട്ട് അതിനകത്ത് ചെറിയ ചെറിയ ഹോൾ ഇടണം. ഈ സാമ്പ്രാണിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് കത്തിച്ചിട്ട് ബോട്ടിലിൽ കുത്തിയാൽ ചെറിയ ചെറിയ ഹോള് വീഴും. ഇതെൻ്റെ സിസ്റ്ററിലൂടെ ട്രിക്സാണേ. പുള്ളിക്കാരിക്കൊരു ചാനലുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ഞാനും ഒന്ന് ചെയ്ത് നോക്കിയതാണ്, വർക്കൗട്ട് ആവുമോ എന്ന് നോക്കാൻ. അപ്പോൾ അത് സമാധാനത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഹോള് വീഴും. പക്ഷേ പെട്ടെന്ന് കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാമ്പ്രാണിയുടെ തീ കെട്ട് പോവുകയും ചെയ്യും. എന്നിട്ട് ഹോളിട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം. ബോട്ടിലിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് അത് സെപ്പറേറ്റ് ആക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ബോട്ടിലിൻ്റെ അടിയിൽ ആദ്യം ഉണങ്ങിയ ഇലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയിലയും ഉണങ്ങിയ ഇലയും കൂടെ ആദ്യം ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം പച്ചിലകൾ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള വേസ്റ്റായിട്ടുള്ള നമ്മളുടെ പച്ചക്കറികളുടെ ചോട്ടിൽ തന്നെ ഇങ്ങനെയുള്ള കളകൾ കാണും. അതിന് ശേഷം ഈ പഴത്തൊലി ഞാൻ ഒരാഴ്ച ഈ കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരുന്ന പഴത്തൊലിയാണ്, അതും കൂടെ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കൂടെ ഉള്ള വളമൊക്കെ ഉള്ള മണ്ണാണ്, അതും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ പച്ചക്കറികളുടെ ഗ്രോ ബാഗിൻ്റെ അകത്ത് ഇതിങ്ങനെ കുറച്ച് മണ്ണിങ്ങോട്ട് മാറ്റിയിട്ട് അതിനകത്ത് കുഴിച്ച് വെക്കുന്നത് പോലെ കുറച്ച് പകുതി കുപ്പിയുടെ കുറച്ച് പകുതിയല്ല, അതിൻ്റെ ആ ഒരു എന്ന് വെച്ചാൽ മറിഞ്ഞു പോകരുത്, കാറ്റടിച്ചാൽ മറിഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമുക്കങ്ങനെ കുഴിച്ച് വയ്ക്കാൻ. എന്നിട്ട് ഈ പഴത്തൊലി ഇട്ട് വെച്ചിരുന്ന കഞ്ഞിവെള്ളം അത് കുറച്ച് നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പം അതിൻ്റെ ആ വാവട്ടം ഉണ്ടല്ലോ, ആ വാവട്ടത്തിൽ കൂടി ഇങ്ങനെ ചെറുതായിട്ട് ലിക്വിഡായിട്ട് വെള്ളം അതിനകത്ത് വന്നുകൊണ്ടിരിക്കും. ഡിസംബർ മാസത്തിൽ മുളക് നടാൻ പറ്റിയ ഒരു സമയമാണ്. അപ്പം ഞാനിവിടെ ഒരു ചെറിയൊരു ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കറ്റ് എടുത്തു. എന്നിട്ട് ഞാൻ ആദ്യം ഉണങ്ങിയ ഇലയും അത് കഴിഞ്ഞിട്ട് പച്ചില എന്ന് പറയുമ്പോൾ നമ്മളുടെ ഗ്രോ ബാഗിൽ ഇഷ്ടം പോലെ കളകളുണ്ട്. എന്നിട്ട് ഇത് കമ്പോസ്റ്റാണ്. ഞാൻ കഴിഞ്ഞ ഒരു 3 ആഴ്ച മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കമ്പോസ്റ്റ് എളുപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. ആ കമ്പോസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ബാസ്ക്കറ്റ് ഫില്ല് ചെയ്യുന്നത്. ഇത് ഈ മുളക് തൈ ഉടങ്കൊല്ലി പച്ചമുളകിൻ്റെ തൈയാണേ. അപ്പോൾ ഇത് വലിയ ബാസ്ക്കറ്റ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു തക്കാളിയുടെ തൈയും അതിൻ്റെ കൂടെ തന്നെ നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ തക്കാളിയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള തക്കാളി അത് കുറച്ച് ക്ഷീണമൊക്കെ ആയി വരുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് തക്കാളി കിട്ടുകയും ചെയ്തു. ഇത് മുന്തിരിമുളകെന്ന് പറയും. പിന്നെ ഇതാണെങ്കിൽ പൊന്തം മുളക്. പിന്നെ എൻ്റെ അടുത്ത് 2-3 ടൈപ്പിൽ മുളകുകളുണ്ട്. പിന്നെ ഇതാണെങ്കിൽ നമ്മളുടെ ഉടങ്കൊല്ലി മുളകെന്ന് പറയും. ഇത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ വെള്ളക്കാന്താരി ഉണ്ട്. ഈ മുളക് ചെടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേന് എല്ലാം ഉണങ്ങി എല്ലാം പോയതായിരുന്നു. പക്ഷേ ഞാനാണെങ്കിൽ വെള്ളവും പിന്നെ കഞ്ഞിവെള്ളം നേർപ്പിച്ചൊഴിച്ച് എല്ലാം ആയപ്പോൾ നന്നായി വന്നു. പിന്നെ ഇത് വേറൊരു മുളകാണ്. ഇതിനകത്ത് പല ടൈപ്പിലാണ് മുളകുകൾ. നീളത്തിലുള്ള മുളകുണ്ട്, ചെറിയ മുളകുകളുണ്ട്, പിന്നെ ഇങ്ങനെ പഴുത്ത് പെട്ടെന്ന് ചുമന്ന് നിൽക്കുന്ന മുളകുകളുണ്ട്. കുറേ ടൈപ്പിലുള്ള മുളകുകളുണ്ട് ഈ ഒരു ചെടിയിൽ തന്നെ. ഇങ്ങനെ നമ്മളിനി നാട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ബോട്ടിലൊക്കെ ഇങ്ങനെ നമ്മൾ വളമിട്ട് വെച്ചെങ്കിൽ ഉണങ്ങത്തില്ല. ഞാൻ പക്ഷേ അന്നൊന്നും ഇത് ചെയ്തില്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക. നമുക്ക് ടെറസിൽ ഒരു 4-5 ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.